എന്ത് പരിപാടിയോടോ താൻ എൻ്റെ അടുത്ത് ക്യാരക്ടർ ചോദിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ അയാൾ ട്രൈ ചെയ്യുന്ന സിനിമകൾ ഭയങ്കര രസമുള്ളതാണ്. സുരാജേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, സത്യമായിട്ട് പറഞ്ഞു. ഈ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനത്തെ സാധനങ്ങളൊന്നും. തെറ്റായി പോയില്ലത്. തെറ്റായിരുന്നു. മാപ്പ് പറഞ്ഞു. നേരെ തിരുമേനി ഇപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലേ? എനിക്കിനി തെറ്റ്. നേരെ തിരുമേനി ഇപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ലേലം. എന്നെ ആക്കി തരുന്നില്ല, എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, ശരിയൊന്നും. ഒരു പെൺകുട്ടിയുടെ അടുത്ത് പൂവുമായി പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ അസ്ഥാനത്ത് ഉറുമ്പ് കടിക്കുന്ന സീനാണ്. എനിക്ക് ആ പേര് വരെയൊക്കെ പറയാൻ പറ്റും. ഷറഫ് കൊണ്ടു തന്ന പേരാണ് ആക്ച്വലി. ചിക്കൻ ബോക്സ് ഒക്കെ കൊണ്ടു ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ വേഗം പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് കുറവായിരുന്നു. കാരണം ഞാൻ ആസ് എൻ ആക്ടർ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തന്നെ സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഈ രണ്ട് ആക്ടേഴ്സിലും നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടർ എന്താ? നമ്മള് കൂട്ടുകാരില്ലേ, വെറുതെ നമ്മുടെ ബന്ധം ഉണ്ടാക്കണം. ഈ ഒറ്റ ഇന്റർവ്യൂ കിട്ടും. നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാണ്. വെരി ഗുഡ്. അത്ര ബോറായിരുന്നോ? നല്ല നൈസ് ആയിരുന്നു. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ ശ്രീനിധി. പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഭഗത് മാനുവൽ, ഷറഫുദ്ദീൻ, ഡയറക്ടർ പ്രനേഷ് വിജയൻ ആൻഡ് സിറാജ്. വെൽക്കം ടു ദ ഷോ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സോങ് റിലീസായത് കണ്ടു, ട്രെയിലർ കണ്ടു. സോ ടു ദ ഡയറക്ടർ, ചേട്ടാ ഡിഫറെൻറ്റ് മൂഡാണ്. അതായത് പാട്ട് രണ്ടെണ്ണം കണ്ടപ്പോൾ കുറച്ചൊരു കോമഡി, ഒരു മിക്സ് ജോണറും തോന്നി. ട്രെയിലർ വേറൊരു മൂഡിലാണ് എടുത്തത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ടെംപ്ലേറ്റ് എന്താണ്? ഇതൊരു ടോട്ടൽ ഫൺ എന്റർടൈൻമെന്റ് ഒരു പരിപാടിയാണ്. ഫുൾ പാക്കേജ് ആയിട്ടാണ്. നമ്മൾ ഒരു മറ്റേ ഫണ്ണും ഉണ്ട്, ചെറുതായിട്ടുള്ള ആക്ഷനും ഉണ്ട്, മറ്റേ ചെറുതായിട്ടൊരു അന്വേഷണവും ഉണ്ട്. എന്താ ഒരു ടോട്ടൽ പാക്കേജ് മൂവി എന്ന് തന്നെ പറയാം. ഓക്കെ, ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ ചേട്ടൻ ഒരുപാട് കോമഡി സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു മൂവി ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുത്ത ആ ഒരു ഡിസിഷൻ എന്തായിരുന്നു? ഒന്നുമില്ല, ഈ സിനിമ നല്ല എന്താ പറയുക എന്റർടൈനർ ആയിട്ട് ഒരു ഫൺ സിനിമ, കംപ്ലീറ്റ്ലി ഒന്നും എടുത്ത് അതിൽ വേണ്ട എന്ന് പറയാനോ ഒന്നുമില്ലാത്തൊരു എന്താ പറയുക അത്രമാത്രം എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. കോമഡി മാത്രമല്ല, അതിൽ കുഞ്ഞ് ആക്ഷൻസ് ഉണ്ട്, കുഞ്ഞ് ത്രില്ലിംഗ് മൂമെന്റ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാ രീതിയിലും രസകരമായൊരു ഫുൾ പാക്കേജ് സിനിമ. ഇപ്പൊ പ്രനീഷ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് കുറെ കാലമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പ് ഒരു സിനിമയായിട്ട് ഇരിക്കുമായിരുന്നു. അത് പിന്നെ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഈ സിനിമ വേറൊരു പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രൊഡ്യൂസർ കുറെ നാളങ്ങനെ നമ്മൾ അതുമായിട്ട് നിന്നിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ അതിൽ ഒരു മാറ്റം വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ തന്നെ അത് ഏറ്റെടുത്തു. ഓക്കെ, ഭഗത് ചേട്ടൻ്റെ റോൾ എന്താണ് സിനിമയിൽ? ക്യാരക്ടർ എന്താണ്? എന്നെ ഷറഫ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു 3 ദിവസത്തെ പരിപാടി ഉണ്ട്, ഒന്ന് പാടാന്ന്. അവരാദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. ഞാനപ്പോൾ പറഞ്ഞു ശരി കളിയാ, ഞാൻ വന്നേക്കാറുണ്ട് ചെയ്തു. ഞാനും തൃപ്തനാണ്, അവനും തൃപ്തനാണ്. ക്യാരക്ടർ എന്ത് ചേട്ടാ? ക്യാരക്ടറിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞാനൊന്നും പറയാനില്ല. അത് ഭയങ്കര സസ്പെൻസ് ക്യാമിയോ അങ്ങനെയൊന്നുമില്ല. ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങനെ പറയേണ്ടി വരും. നമുക്ക് ഭയങ്കര ആവശ്യമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ നമ്മളിത് ആര് ചെയ്യുന്ന ആലോചിച്ചപ്പോ എന്റെ അടുത്ത് ഷറഫ് വെച്ചത് ഭഗത്തിനെ വിളിക്കട്ടെ. ഞാൻ പറഞ്ഞു ഭഗത്തിനെ വിളിച്ച് വന്നാൽ നല്ല സന്തോഷമായിരിക്കും. അപ്പൊ തന്നെ വിളിച്ചു, അപ്പൊ തന്നെ വന്നു. അപ്പൊ ഫ്രീ ആണ്, നാളെ ഫ്രീ ആണെന്ന് പറഞ്ഞ പോലെ അല്ലേ? ഈ ക്യാരക്ടർ വേറെ രീതിയിലായിരുന്നു ഇതിന്റെ ഡിസൈൻ. നല്ല പ്രായമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു അതിന്. അത് പെട്ടെന്ന് ഞങ്ങൾ അങ്ങനെ ഇത് ചെയ്തു. കാരണം അതിന്റെ ഒരു സ്വഭാവം ഒന്ന് മാറ്റി പിടിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എന്താ പറയാ ഒന്നുമില്ല, ശരിയൊന്നും എന്നോടൊരു അക്ഷരം മിണ്ടരുന്ന് കേട്ട് ഇവരുടെ മൊത്തം പറയാനുള്ളൂ. സിറാജേട്ടന്റെ ക്യാരക്ടർ അത് പറയാൻ പറ്റുന്ന ക്യാരക്ടറാണോ? അത് പറയാൻ ഞാൻ എങ്ങനെ ഇന്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ ഇതിനു മുന്നേ ചെയ്തിരിക്കുന്ന ഭയങ്കര സീരിയസ് സ്വഭാവമുള്ള ഒരു പ്രോജക്ട്സുകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഞാനൊരു മുഴുനീള ഫൺ സിനിമ അല്ലെ അത്ര ഒരു ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമയിൽ ഭാഗമാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഷറഫക്കാട് അവിടുന്ന് കോൾ വരുന്നു ഫുൾ അപ്പൊ എനിക്ക് തന്നെ എനിക്ക് മനസ്സിലായി നല്ല ഒരു ഫൺ മൂവി ആയിരിക്കും. അപ്പൊ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നേരെ കയറി ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ഡേയ്സ് എനിക്കും ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു. ഇതില് ഒരു കാര്യം ഇപ്പൊ ഭഗത്ത് വന്ന സിറാജ് വന്ന പോലെ ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണ്. കുറച്ച് ദിവസത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചിലപ്പോൾ ടെക്നിക്കലി ചെയ്യാൻ സാധ്യത കുറവായിട്ടുള്ള ക്യാരക്ടർ. ഇപ്പൊ സിറാജൊക്കെ അത് വന്ന് ചെയ്യുന്നതും
അല്ലെങ്കിൽ ഭാഗത്ത് വരുന്നതൊക്കെ തന്നെയാണ് ആ ക്യാരക്ടർ വലുതായിട്ട് നിൽക്കുന്നത്. അതാണ് അതിന്റെ സന്തോഷം. അപ്പൊ നമുക്ക് ഈ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ ഒരു ഇച്ചിരി നല്ല രസമുള്ള കാസ്റ്റിംഗ് എല്ലാവരും അത്ര നല്ല രസമുള്ള കാസ്റ്റിംഗ് ഉണ്ടാവണം സിനിമയുടെ അകത്തുനിന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഇവരൊക്കെ ഒന്ന് വിളിച്ചു നോക്കുന്നു, അങ്ങനെ ഇവരൊക്കെ വരാൻ റെഡി ആവുന്നതാണ്. ചേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ചേട്ടൻ തന്നെ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു അല്ലേ? ഞാൻ ഒട്ടുമിക്കരും ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അത് എങ്ങനെയെങ്കിലും നമ്മളിങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സാധനം എന്തെങ്കിലും വന്നിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിച്ച എങ്ങനെയാ? പെറ്റ് ഡിറ്റക്റ്റീവ് പേരാണെങ്കിലും ഒക്കെ ഒരു റയർ പേര് പറഞ്ഞ ചേട്ടാ ഈ പേര് ഇത്ര സ്പീഡിൽ പറഞ്ഞു ഈസി ആയി. പെറ്റ് ഡിറ്റക്റ്റീവ് കേൾക്കുന്നവർക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്തായിരുന്നു ഇന്നലെ. പറഞ്ഞു. അല്ല, ഷറഫ് കൊണ്ട് തന്ന പേരാണ് ആക്ച്വലി ഇത്. ആണോ? ഷറഫ് ചേട്ടാ കാസ്റ്റിംഗ് ആൾക്കാരെ ഒപ്പിച്ചു കൊടുത്തത് ചേട്ടൻ, പ്രൊഡ്യൂസ് ചെയ്തത് ചേട്ടൻ, പേര് കൊണ്ടുവന്ന ചേട്ടൻ, എല്ലാം ചേട്ടൻ. അല്ലെങ്കിൽ പേരിന്നാണ് ഈ പടം മൊത്തം ഉണ്ടാവുന്നത്. അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഞാൻ കുറെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു പെറ്റ് മിസ്സാവുകയും ആ മിസ്സാവലിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു 2 ദിവസം അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടക്കുകയും അതിനൊടുവിൽ ആ പെറ്റിനെ കിട്ടുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഞങ്ങൾ രണ്ടുപേരും പിന്നീട് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയും അങ്ങനെ പെട്ടെന്നല്ലേ നമ്മൾ രാത്രി സമയത്ത് എടാ പെറ്റ് ഡിറ്റക്റ്റീവ് നല്ല ടൈറ്റിൽ അല്ലേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ കഥ ഉണ്ടാക്കി, പിന്നെ ഡിസ്കസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത്, പിന്നെ അതിനെ ഡിസൈൻ ചെയ്ത് അതിലേക്ക് വന്ന് ഇപ്പൊ ആനന്ദ് സി ചന്ദ്രൻ, അഭിനവ് സുന്ദർ നായക്, രാജേഷ് മുരുകൻ ഇവരൊക്കെ വരുന്നതോടുകൂടി ആ ഒരു പരിപാടി അങ്ങ് വലുതായി ഗംഭീരമാവുക. നിങ്ങൾ കുറെ ഇന്റർവ്യൂ ഇപ്പൊ കഴിഞ്ഞത് കാരണം ചിലപ്പോ ഇനി ചോദിച്ചോന്ന് അറിയത്തില്ല. ചോദിച്ചെങ്കിൽ നമുക്ക് എനിക്ക് ചോദ്യം വരെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. എന്തായിരിക്കും 10 വർഷത്തിന് ശേഷം മേരിയും ഗിരിരാജൻ കുഴിയാതാണോ? അയ്യോ അതല്ല, ആ ചോദ്യം എന്റെ കയ്യിലില്ല. പക്ഷെ അത് വേറൊരു സാധനം എന്റെ കയ്യിലുണ്ട്, ഒരു സെറ്റ് സാധനം ഉണ്ട്, ഞാൻ കുറച്ച് ചോദിക്കാം. ഇപ്പം ചേട്ടൻ നേരത്തെ ഒരു പെറ്റിന്റെ ഒരു ഇൻസിഡന്റ് പറഞ്ഞില്ലേ, നിങ്ങളുടെ ലൈഫിൽ അതുപോലെ ഒരു പെറ്റ് ഉണ്ടായിട്ടുണ്ടായ ഒരു കോൺഫ്ലിക്റ്റോ ഒരു ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? നമ്മുടെ പെറ്റ് ആവണം എന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? എന്റെ ജീവിതത്തില് ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ പെറ്റാണ് എന്നെ കൊണ്ടൊരു സിനിമ. വേറെ നിങ്ങളുടെ വീട്ടില് പപ്പയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ വയ്യാണ്ടായി പോയിട്ടുണ്ട്. കാരണം ആള് കപ്പയും ഇറച്ചിയൊക്കെ കഴിച്ചിട്ടേ മറ്റേ പെഡിഗ്രി ചെയ്യുന്ന പട്ടി കപ്പ ഇറച്ചിയും കൊടുത്തു. അപ്പ നല്ല സുഖമായിട്ട് കിടന്നു പറഞ്ഞ കളിയാ. അപ്പ വിചാരിച്ച ആൾ തീർത്തു. അപ്പയ്ക്ക് അറ്റാക്ക് പോലെ വന്ന് പിറ്റേ ദിവസം പപ്പ ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ ഞാൻ പട്ടിനെ കൊടുത്തു. എന്തിനാ, എനിക്ക് എന്റെ അപ്പനല്ലോ വലുത്. ഓക്കെ, സുരാജ് ചേട്ടാ, അതായത് സുരാജ് ചേട്ടൻ ഇതുവരെ അഭിനയിച്ച സിനിമകൾ എടുക്കുമ്പോൾ എല്ലാം നല്ല അടിപൊളി സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ പെറ്റ് ഡിറ്റക്റ്റീവ് എത്തുന്നു, നല്ല അടിപൊളി കാസ്റ്റാണ്. അപ്പോൾ സിനിമയാണെങ്കിലും നമ്മൾ കാണുമ്പോൾ ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ യൂണിവേഴ്സ് നമുക്കിങ്ങനെ അലൈൻ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുതരുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ ആണെങ്കിലും അതിലോട്ട് വന്നു ചേരുന്നു എന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അത് സന്തോഷമാണ്. ഇപ്പൊ ഈ പെറ്റ് ഡിറ്റക്റ്റീവിൽ വന്നപ്പോഴും ഇത്രയും കാസ്റ്റിന്റെ കൂടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കാര്യം. ഇതുപോലൊരു ഫൺ മൂവി, ത്രൂ ഔട്ട് ഫൺ മൂവിയിൽ ഒരു ഭാഗമാകണം, ചെറുതാണെങ്കിലും നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ കോൾ വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചത്. ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം. ഓക്കെ, രാജേഷ് മുരുകേശൻ മ്യൂസിക്കിലാണ്. അതായത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രേമത്തിലാണെങ്കിൽ അദ്ദേഹം ചെയ്ത ആ ഒരു പഞ്ചുണ്ട് ക്യാരക്ടർ വരുമ്പോൾ, ഇപ്പൊ പല്ലിക്കട്ടിക്കണ ആ സാധനമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു ഭാഗമാവാൻ, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബീജം സെറ്റ് സാധനമൊക്കെ ആയിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു ഭാഗമായിരുന്നെങ്കിൽ എന്നൊക്കെ ചേട്ടൻ ആലോചിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് അല്ലേ ശരിക്കും നേരമാണെങ്കിലും പ്രേമമാണെങ്കിലും എല്ലാം ആളുടെ മ്യൂസിക്കിലല്ലേ നമ്മള് ഇന്നായിട്ടുള്ള. അപ്പൊ പിന്നെ ഡെഫിനറ്റ്ലി രാജേഷ് മുരുകേശൻ എന്റെ പടത്തില് മ്യൂസിക് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല. കാരണം ഞാൻ രാജേഷിനെ അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം രാജേഷ് കോമൺ ആയിട്ടുള്ള ഫ്രണ്ടാണ്. രാജേഷ് ഒന്ന് മ്യൂസിക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
പിന്നെ പുള്ളി ചെയ്യുന്ന മ്യൂസിക്കിനെ കുറിച്ച് നമുക്ക് കൺഫ്യൂഷനും ഇല്ല. രാശി തരുന്നത് മേടിക്കില്ലല്ല, നമ്മൾ വേറൊന്നും അതിൽ കംഫോർട്ടാണ് പുള്ളി എടുക്കുന്നത്. നമ്മൾ അതുപോലെ സോങ്സിനകത്തൊക്കെ കുറെ പെറ്റ്സിനെ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ പെറ്റ്സിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു സാധനം കുറച്ച് ചലഞ്ചിങ് ആയിരിക്കത്തില്ലേ ആസ് എ ഡയറക്ടർ? ഞങ്ങൾ ആ സോങ്ങിനാണ് കൂടുതൽ പെറ്റ്സിനെ വേണ്ടി വന്നിട്ടുള്ളത്. അല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വളരെ കുറച്ച് എന്താ പറയാ പെറ്റ്സിനെയാണ് വേണ്ടതുള്ളൂ. ഒരു ഷിറ്റ്സു, ഒരു കെവിൻ എന്ന് പറഞ്ഞൊരു പട്ടിക്കുട്ടി, അങ്ങനെയൊക്കെ കുറച്ച് പെറ്റ്സുകളും സോങ്ങിലാണ് ആക്ച്വലി പെറ്റ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. സോ ചേട്ടാ, നമ്മൾ ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഒരു കാര്യം മെൻഷൻ ചെയ്യാതെ പറ്റില്ല. പടക്കളം സിനിമ ഭയങ്കര അടിപൊളി സിനിമയായിരുന്നു. അപ്പോൾ എനിക്കത് തിയേറ്ററിൽ തന്നെ പോയി കണ്ടതിൽ സന്തോഷം തോന്നി ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. സോ ചേട്ടാ, നമ്മളിങ്ങനെ സ്വാപ്പ് ചെയ്യുന്ന ക്യാരക്ടറാണല്ലോ അതിനകത്ത് ചെയ്യുന്നത്. അപ്പം ഇപ്പം സുരാജേട്ടനാണെങ്കിലും ചേട്ടനെ ആണെങ്കിലും നമ്മൾ ഒരുപാട് സിനിമയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം നിങ്ങളുടെ മാനറിസംസ് ഒക്കെ. സുരാജേട്ടൻ്റെ ഒക്കെ ചെറിയ മൈന്യൂട്ട് കോമഡി മാനറിസംസ് വരെ നമ്മൾ എത്ര കാലമായിട്ട് കാണുന്നതാണത്. അപ്പം നമ്മൾ സ്വാപ്പ് ചെയ്തിട്ട് ആ ക്യാരക്ടറിലേക്ക് എത്തി അത് ആൾക്കാരിലേക്ക് ഫലിപ്പിച്ച് വരിക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള സാധനമാണ്. അപ്പം നമുക്കതൊരു പാർട്ട് ഓഫ് ആക്ടിങ് ലേണിംഗ് കൂടെ. അപ്പം ചേട്ടൻ്റെ ഒരു കട്ട് റീല് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഓടുന്നുണ്ട്. അതായത് ആ ക്ലാസ് റൂം സീൻ ഉണ്ടല്ലോ, അതായത് ചേട്ടൻ ഇങ്ങനെ സുരാജേട്ടൻ്റെ ഒരു ഫേസ് എക്സ്പ്രഷൻ ഇട്ട് നോക്കുന്ന ഒരു സീനുണ്ട്. സോ ചേട്ടാ, ഹൗ ഇസ് ദാറ്റ്? അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കണ്ടു മറന്ന ഒരു ആക്ടറിനെയാണ് നമ്മൾ സ്വാപ്പ് ചെയ്ത് നമ്മൾ ആക്ട് ചെയ്യുന്ന ഒരു സാധനം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അത്രയും ഭയങ്കരമായിട്ട് അത് തോന്നില്ല. അതെങ്ങനെയോ അതങ്ങനെ എല്ലാവർക്കും തോന്നുന്നു. ഓക്കെ, അതെന്റെ ഭാഗ്യമാണ്. അതല്ലാതെ ഞാൻ പറയുന്നത് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ഷാജി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇത് ചെയ്യണം. അപ്പൊ ഞാൻ ശരിക്കും സുരാജേട്ടൻ ആ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ സുരാജേട്ടൻ അല്ലാത്ത സീനുകളിൽ ഒരു ഇച്ചിരി സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് മാല പൊട്ടിച്ചെടുക്കാൻ വരുന്ന സീൻ വരുമ്പോഴും സുരാട്ട് അങ്ങനെ വന്നപ്പോൾ മാത്രമാണ് ഞാൻ സുരാൻ്റെ അടുത്ത് സുരാട്ട് എനിക്ക് ഇച്ചിരി കുറച്ച് ഓവറാക്കി ചെയ്താലും നമുക്കിത് ആ സ്വാപ്പിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സുരാജന്റെ ക്യാരക്ടറിനെ എനിക്ക് സുരാജനെ ഫോളോ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഷാജി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ക്യാരക്ടർ ആ സമയത്ത് കുറച്ച് നാള് കോളേജിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഇത്തിരി വട്ടായിട്ട് വന്ന പോലത്തെ ആ പെർഫോമൻസിൽ വന്ന സുരാജേട്ടനെയാണ് ഞാൻ ട്രൈ ചെയ്തത്. അല്ലാതെ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുരാജേട്ടനെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെ ചെയ്യുമ്പോൾ മിമിക്രി പോലെ ആവരുതല്ലോ, അല്ലെ? അപ്പൊ അതും കൂടി നോക്കണം. അപ്പൊ അങ്ങനെ ചെയ്താണ്. പക്ഷെ ഞാൻ ശരിക്കും മനസ്സിൽ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല, സുരാജേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സത്യമായിട്ട് പറഞ്ഞു, ഞാനൊരു ഒരു ഐഡിയ പിടിച്ചിട്ടാണ് നിന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഗൈസ് ഇനി നമുക്കൊരു ചെറിയ ഗെയിം സെഷനിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ. കുറെ സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ? എന്താ എന്താ പറഞ്ഞേ? നമ്മൾ കുറച്ച് സിനിമയുടെ വിശേഷം പറഞ്ഞില്ലേ? നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ. സോ അതായത് എന്റെ കയ്യിൽ കുറച്ച് സിനിമയിലെ ഫേമസ് ഡയലോഗുകളുണ്ട്. ഓക്കെ, അത് ഏത് സിനിമയാന്ന് പറയണം. എങ്ങനെ ഓർഡർ? ഓർമ്മ വരുന്നവർക്ക് പെട്ടെന്ന് പറയാം. ഓക്കെ. സോ ഫസ്റ്റ് പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. ഓക്കെ. ഗോ അവേ സ്റ്റുപ്പിഡ് ഇൻ ദ ഹൗസ് ഓഫ് മൈ വൈഫ് ആൻഡ് ഡോട്ടർ. മഴ പെയ്യുന്നു മതലം കെട്ടുന്നു. ഓക്കെ. ഇതിപ്പോ എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം. ഓക്കെ, അത് ഇവിടുന്ന് തുടങ്ങാം. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് കെ ജോസഫ്. നമ്മുടെ പറഞ്ഞു കൊടുക്കല്ലേ? വിയറ്റ്നാം കോളനി. ഓക്കെ, പേര് കിട്ടാൻ ഇത് എളുപ്പ. ഇതെന്റെ പുത്തൻ റേബാൻ ഗ്ലാസ്. വേലക്കാരിയായിരുന്നാലും നീയൻ മോഹൻലി. വേലക്കാരിയായിരുന്നാലും ഓക്കെ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെയായിരുന്നു? അയ്യോ ചേട്ടൻ ശവമായ പോലെ പവനായി ശവമായി. ഫോണെ ഫ്രണ്ട്, കോളെ ഫ്രണ്ട്, അതല്ലേ ഗെയിം. മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ് എടുക്ക്. ഓക്കെ. ഐ ആം ദ സോറി അളിയ. മറ്റേ ഇതല്ലേ സലീമേട്ടനല്ലേ? കറക്റ്റാ. സലീമേട്ടനാ പറയുന്നത്. ഐ ആം ദ സോറി അളിയ മറ്റേ ഇതാണോ? ചോക്ലേറ്റ്.
നീ പറഞ്ഞ ചോദ്യം ഞാൻ ചേട്ടാ എനിക്ക് നേരത്തെ വലിച്ച ബീഡി തരുമോ? എനിക്കെല്ലാം നേരാ തിരുമേനി തിരുപ്പത്തിയായി. നേരാ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. എന്നാ അല്ലേ അമരത്തിലെയാണോ? നേരാ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. താഴ്വാരാണ്. താഴ്വാരല്ല, അമരാണ്. അമരത്തിലല്ലേ? ഗോളാന്തരം എനിക്കിനി തെറ്റിയതാണോ? അല്ലല്ല, ചെക്ക് ചെയ്ത് നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ലേലം. ഭയങ്കര എന്നെ ആക്കി തരുന്നില്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ശരിക്കും ചേട്ടൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തോണ്ട് വന്ന് തെറ്റിപ്പോയത് ഞാൻ ഓർത്തു. ഓക്കെ, അടുത്തത് അടുത്തത് ഭയങ്കര എളുപ്പം. അടുത്തത് ഗെയിം തീരാൻ പോയത് കാരണം ഞാൻ ഭയങ്കര എളുപ്പമുള്ള കാരണം പറയാം. മുതലാളി ജംഗ ചക പഞ്ചാബി ഹൗസ്. യെസ്, ഓക്കെ. സോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു നിങ്ങൾ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു റീൽ ഭയങ്കര വൈറലായിരുന്നു. അതായത് ചേട്ടൻ ഇരുന്നിട്ട് വിനയ് ഫോർട്ട് സംഭവം പറയുന്നത്. അപ്പം നിങ്ങളോട് ചോദിക്കാന്ന് വെച്ചാൽ നിങ്ങളോട് രണ്ടുപേരോടും ഷറഫുദ്ദീൻ ഒരു വിനയ് ഫോർട്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നതെന്ന് വേണ്ട, ഈ രണ്ട് ആക്ടേഴ്സിലും നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടർ എന്താ? എന്തെങ്കിലും പൊക്കി പറയാം. നമ്മള് കൂട്ടുകാരല്ലേ, വെറുതെ നമ്മുടെ ബന്ധം ഉണ്ടാക്കണം. ഈ ഒറ്റ ഇന്റർവ്യൂ കിട്ടും. അടുത്തൊരു വിനയുടെ പറഞ്ഞോളൂ, സിറാജിന് എന്തോ പറയാനുണ്ട്. ഇല്ല, എനിക്ക് പറയാനുള്ളതെന്ന് ഇവർ രണ്ടുപേരും ഒരു സിനിമയിൽ നിൽക്കുക എന്ന് പറയുന്നത് ഫ്രം ദി ബിഗിനിങ് അതൊരു സ്ട്രഗിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ഷർഫുക്ക എല്ലാം പണ്ടുതൊട്ടേ ഞാൻ കാണുന്നത് ഒരു ബേസ് അവര് കഷ്ടപ്പെട്ടിട്ട്, അതായത് മറ്റേ ആലുവ അവിടെ ബേസിൽ നിന്നും വർക്ക് ചെയ്ത് സിനിമയിലെത്തി, സിനിമയിൽ സ്ട്രഗിൾ ചെയ്ത് തന്നെ നിന്ന ആർട്ടിസ്റ്റുകളും ഇപ്പൊ ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ വന്ന് നിൽക്കുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ്. മറ്റേ രീതിയിൽ പറയല്ലേ അല്ല, അത് ഫോർ മീ എനിക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് രണ്ടുപേരും. അതെ, വിനയ് ആക്ച്വലി വിനയ് എന്നെ സംബന്ധിച്ചിടത്തോളം വിനയ് ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പക്ഷെ നമ്മളെക്കാളും മുമ്പേ ഇതിനൊക്കെ മുമ്പേ ആയിട്ട് ചിലപ്പോൾ ആഗ്രഹിച്ച ഒരാളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വിനയ് അതിനു വേണ്ടി ചെയ്യുന്ന ഹാർഡ് വർക്ക് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. വിനയ് ഇത് പോയി എന്താ പറയാ പഠിച്ച ആളാണ്. നമ്മളുടെ ഈ ജനറേഷനിൽ അങ്ങനെ ഫിലിം സ്കൂളിൽ പോയി പഠിച്ച ഒരാളാണ്. സിനിമ അത്ര ഇൻവോൾവ് ആയി നിന്ന് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് അയാൾ ട്രൈ ചെയ്യുന്ന സിനിമകളൊക്കെ ഭയങ്കര രസമുള്ളതാണ്. പെരുമാനിയാണെങ്കിൽ ആർട്ടാണെങ്കിൽ ക്യാരക്ടർ ലുക്ക് ഭയങ്കര സംശയമാണെങ്കിലും എല്ലാം അങ്ങനെ ട്രൈ ചെയ്യുന്നു. ഞാൻ സംശയം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ രാജേഷിനോട് പറഞ്ഞു എനിക്ക് ആ ക്യാരക്ടർ വിനയ് ഫോർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വിനയ് ഫോർട്ടിനോട് ഞാൻ പറയാം എനിക്ക് അങ്ങനെ വിളിച്ച് പറയാം. അപ്പൊ ചിലപ്പോ എടോ എന്ത് പരിപാടി, എടോ താൻ എൻ്റെ അടുത്ത് ക്യാരക്ടർ ചോദിക്കുന്നു എന്നൊക്കെ ചിലപ്പോ പറയുമായിരിക്കും. പക്ഷെ എന്താ പറയാ, അയാള് ട്രൈ ചെയ്യുന്ന സിനിമകളും ഭയങ്കര രസമുള്ളതാണ്. ഈ സംശയം, ആട്ടം, പെരുമാനി. അപ്പൊ ഈ അടുത്ത് വന്ന പല സിനിമകളിലും എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് തോന്നിയത് ഇവര് രണ്ടുപേരുടെയും ആഗ്രഹം മാത്രമല്ല, വന്ന കാലം മുതൽ എനിക്ക് ഷർഫിനെ അറിയാം, ആഗ്രഹത്തിനൊപ്പം അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞങ്ങൾ ആഗ്രഹം കൊണ്ട് വെറുതെ പരിക്കാതിരുന്ന് മോഹങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, വെറുതെ ആകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ലാണ്ട് പണിയെടുത്ത് ഇവിടെ എത്തിയതിൽ ഒരു പ്രൊഡ്യൂസറെ കണ്ടതിലും ഭയങ്കര സന്തോഷം തന്നെയാണ്. ഞങ്ങള് വളരെ ആദ്യം മുതൽ അറിയാവുന്ന സുഹൃത്തുക്കളാണ്. ഞാൻ സിനിമാകാരനാവുന്നതിനൊക്കെ മുമ്പ് ഭഗത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കി തന്ന ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങള് കുറെ കാലം മുമ്പേ അറിയാവുന്നവരാണ്. അപ്പൊ ഭഗത്ത് ഈ സിനിമയിൽ വന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ കാസ്റ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ ചിലപ്പോ പെട്ടെന്ന് ഭഗത്തിന് എൻ്റെ ഓർമ്മയിലേക്ക് വരുത്തിയതിൽ ഒരു കാരണം എന്തോ ഉണ്ടാവുമല്ലോ. പക്ഷെ ഭഗത്ത് വന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലി അതിലൊരു എന്തോ കാരണം ഉണ്ട്, അതിലൊരു സന്തോഷം. നമ്മുടെ കൂട്ടുകാർ ഇപ്പം ഇവനായാലും എല്ലാവരും ഓരോ പടി ഉയർന്ന് പൊങ്ങുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. ആ ഒരു സന്തോഷം കിട്ടിയതാണ് ഇപ്പോൾ ഇവൻ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടപ്പോൾ കൊള്ളാമല്ലോ, അടുത്തൊരു സ്റ്റേജിലേക്ക് കയറുവാണല്ലോ. അപ്പോൾ അതിലൊത്തിരി പൊട്ടളി അയക്കണല്ലേ.
ഓക്കെ, ഞാൻ വിചാരിച്ച പ്രൊമോഷന് വിനയ് ചേട്ടൻ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിനയ് ചേട്ടന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഉത്തരം പറഞ്ഞു വിനയ്, താൻ ചോദിക്കുന്നത്. ഞാനതൊന്ന് തിരിച്ചിട്ട് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതായത് വിനയ് ചേട്ടൻ ഒരു ഇന്റർവ്യൂല് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഹേഷ് നാരായണൻ സാറ് ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇയാൾ നടക്കുന്നത് പോലെ നടക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അത് ആ പറഞ്ഞു കൊടുത്തത് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നി. വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞത് ചലഞ്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കേട്ട ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ബ്രീഫ് ഏതാ? ഞാൻ പറയട്ടെ, ലൈഫിൽ ആദ്യമായിട്ട് അൽഫോൺസ് എനിക്ക് അഭിനയിക്കാൻ അറിയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ സീനാണ്. ഒരു പെൺകുട്ടിയുടെ അടുത്ത് പൂവുമായി പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ അസ്ഥാനത്ത് ഉറുമ്പ് കടിക്കുന്ന സീനാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അൽഫോൺസ്. അതൊന്ന് അഭിനയിച്ച് കാണിക്കുക, എന്നിട്ട് പറയുന്നതിൻ്റെയൊക്കെ സിനിമയിൽ എടുക്കാൻ പറ്റൂല. അതായിരുന്നു ഞാൻ കേട്ടതിൽ ഏറ്റവും ടഫസ്റ്റ് സീൻ. ക്യാരക്ടർ ബ്രീഫ് അല്ലേ? ചേട്ടൻ കേട്ടല്ലോ? അങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലങ്ങനെ ഒന്നും വരുന്നില്ല. ഞാൻ ഇന്റർവ്യൂന്ന് മുമ്പോട്ട് കൊണ്ടുപോട്ടെ, എന്തെങ്കിലും പറയട്ടെ. മലർവാടിയാണ് ഫസ്റ്റ് നമുക്ക് മതി എന്തോ ഫസ്റ്റ് പടത്തിന്റെ നമുക്ക് എക്സൈറ്റിംഗ്. ഞാനിങ്ങനെ ഒരുപാട് ഓഡീഷൻസിനൊക്കെ പോകും. അപ്പൊ ഓഡീഷൻസിന് അവർ ഇരിക്കുന്ന ഒരു സീൻ തരുമല്ലോ, ഈ സീൻ അത് ചെയ്ത് കാണിക്കും. പെട്ടെന്ന് പറഞ്ഞിട്ട് അത് സീൻ ചെയ്ത് അത് ഏത് ഓഡീഷന് പോയാലും നമ്മൾ മനസ്സ് 100% കൊടുത്ത് ആ സീൻ ചെയ്യാൻ പറ്റില്ല. ആ ബ്രീഫ് ഭയങ്കര പാടായിട്ട്. എക്സൈറ്റഡ് ആയിട്ടുള്ള കഥയുണ്ട്. നമ്മുടെ മിഥുന്റെ പടം ആട് 3യുടെ കഥ കേട്ടിട്ട് അതെന്റെ കിളി പോയതാ. ആട് 3 ക്യാരക്ടർ ബ്രീഫ് കേട്ടപ്പോ ഒരു രക്ഷയില്ലായിരുന്നു. നമുക്കൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ സോങ് കണ്ട കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു സോങ് ഒരു റെട്രോ മൂഡുള്ള ഒരു സാധനം കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പഴയകാല അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് സാധനങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, നമ്മുടെ അത് കഴിഞ്ഞിട്ടൊരു വിനയ് ചേട്ടന്റെ ഒരു എൻട്രി ഉണ്ട് അതിനകത്ത്. അങ്ങനെയല്ല, ഇതിൻ്റെ അകത്ത് ഒരു കഥാപാത്രത്തിന്റെ പഴയ കാലഘട്ടം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് വേണ്ടി നമ്മളൊരു പഴയ പാട്ട് പ്ലാൻ ചെയ്തു. ആ പഴയ പാട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ആ പഴയ പാട്ട് സെറ്റ് ചെയ്ത് അത് നമ്മൾ റീമിക്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോഴേക്കും ആ സീൻ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പോർഷൻ നമുക്ക് വേണ്ടാന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷെ നമുക്ക് ആ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ സിനിമയിൽ അത് യൂസ് ചെയ്യണമെന്നായി. അത് ഞങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെ എത്തി. അവസാനം വന്നപ്പോൾ അതിന്റെ ലൈസൻസ്, അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു എന്നാ ആ പാട്ട് മിസ്സാവുന്ന, പടത്തിൽ നിന്ന് പോകുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അപ്പൊ എന്നാ ആ പാട്ടിനോട് ചേരുന്ന വേറൊരു പാട്ട് നമുക്ക് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് എത്തിയ പാട്ടാണ്. ഓക്കെ, സോ പ്രണേഷ് ചേട്ടാ, സിനിമ ഫുൾ ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞു. നമ്മൾ പ്രിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്ത് തോന്നി? സന്തോഷം തോന്നി? അല്ലാതെ പ്രേക്ഷകരിലേക്ക് എങ്ങനെ കൺവേ ആവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, നമുക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പൊ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ക്രൂവിനും ബെസ്റ്റ് കാസ്റ്റിനെയാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ അതിന്റെ ഒരു പകുതി അപ്പൊ തന്നെ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ അത്രയും പാക്ഡ് ആയിട്ടുള്ളൊരു ഔട്ടാണ് വന്നേക്കണേ. അത്രയും എന്റർടൈൻഡ് ആണ്, അത്രയും ഫൺ ഫിൽഡ് ആണ് ആ സാധനം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല. നമുക്കറിയാം ഇത് എല്ലാ ടൈപ്പ് ആൾക്കാരും ഇത് ഇഷ്ടപ്പെടും, കേറും എന്നുള്ളൊരു ഫുൾ കോൺഫിഡന്റ് ആണ്. ഓക്കെ ചേട്ടാ, നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ചേട്ടൻ എന്നോട് ചോദിച്ചില്ലേ പ്രേമത്തിലെ മേരി, ആ ചോദ്യം എന്താ ഞാൻ ചോദിക്കാഞ്ഞെന്ന് ചോദിച്ചില്ലേ? അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഞാനത് കറക്റ്റായിട്ട് ഞാനത് ചോദിക്കാൻ എൻ്റെ മെയിൻ റീസൺ, ആനന്ദം പരമാനന്ദത്തിന്റെ പ്രൊമോഷന് ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ നെക്സ്റ്റ് ഡേ ആയിരുന്നു അതിന്റെ പ്രൊമോഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കുറച്ച് ഉറക്കത്തിലേക്ക് ഇരിക്കാൻ, നമ്മൾ രണ്ടും എല്ലാവരും ഉറങ്ങിയൊക്കെ രാത്രി ഫുട്ബോൾ കഴിഞ്ഞിട്ട് വന്നതല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഇന്റർവ്യൂ ചോദിച്ച് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടുന്ന് പറഞ്ഞു ചേട്ടനെ കൊണ്ട് മറ്റേ പ്രേമത്തിലെ ഡയലോഗ് പറയിപ്പിക്കണമെന്ന്. ഞാൻ ആ ചോദ്യം ചോദിച്ചാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളായിരുന്നു. തനിക്ക് പ്രേമത്തിലെ ഡയലോഗ് കാണണമെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ പോരെ, എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഈ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനത്തെ സാധനങ്ങളൊന്നും. പക്ഷെ അതെന്താ അറിയോ, ചിലപ്പോഴൊക്കെ നമുക്ക് എന്താ പറയാ, അത് പറയണതിന് കുഴപ്പമില്ല. ഇപ്പൊ ഇതിപ്പോ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ അനുപമയുണ്ട്, ഞാനുണ്ട്, 10 വർഷത്തിന് ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമയാണ്. അപ്പൊ അതിൽ ആ ഡയലോഗ് പറയുന്നതൊക്കെ ഭയങ്കര ഓക്കെ ആയിരിക്കും റീഗ. പക്ഷെ വെറുതെ റാൻഡം ഏതെങ്കിലും ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും പ്രേമത്തിലെ ഡയലോഗ് പറയുമ്പോ ഓക്കെ, അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കേടല്ലേ, തെറ്റായി പോയില്ല ഇത്. ഇപ്പൊ മാപ്പ് പറഞ്ഞു.
ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ചേട്ടാ, ഇതിപ്പം കാസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഷർഫ് ചേട്ടൻ കുറെ കാസ്റ്റ് ഷർഫ് ചേട്ടൻ തന്നെ പറഞ്ഞിരുന്നു എന്ന്. ആ ചേട്ടൻ ഇത് അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. അത് ഇത് അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ അത് ഡയറക്റ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഇന്ന കാസ്റ്റ് ഇന്ന ആൾ ചെയ്യണം അങ്ങനെയൊക്കെ നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? ഇന്ന ആൾ ഇന്ന ചെയ്യണം എന്നൊക്കെ ഒരു അലൈൻ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു? അല്ല, അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ അതേപോലെ തന്നെ എല്ലാവരും പ്ലേസ് അതൊക്കെ തന്നെ. പിന്നെ പറഞ്ഞാൽ ബെറ്റർ കാസ്റ്റിംഗ് നമുക്ക് ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമുക്ക് ഭയങ്കര ബെറ്റർ കാസ്റ്റിംഗിലേക്കാണ് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിംഗിലേക്കാണ് നമ്മൾ സിനിമ പോയത് മൊത്തത്തിൽ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ചെറുതായിട്ടൊക്കെ പിടിച്ച്, പക്ഷെ ഈ ആർട്ടിസ്റ്റുകളെയും അത് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന നമുക്ക് അറിയാവുന്ന സ്ക്രിപ്റ്റാണ്, അത് ചെയ്യുമ്പോൾ അവര് വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവര് എങ്ങനെയെങ്കിലും കൊണ്ടുവരാതെ അങ്ങനെ ഒരുപാട് പേര് വന്നിട്ട്. പിന്നെ എനിക്കും ഹാപ്പിയാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഇന്ന ആള് വരാന്ന് പറയുമ്പോ അത്രയും സന്തോഷമാണ് നമുക്ക്. അപ്പൊ അത്രയും പ്രൊഡക്ഷൻ അത്രയും നമുക്ക് തരുമ്പോ ഹാപ്പി. ഓക്കെ ചേട്ടൻ, ഇപ്പം നമ്മൾ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചേട്ടൻ മനസ്സിൽ വെക്കുന്ന 2 ടിപ്പ് എന്താ? ഞാൻ ഉടനടി ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ വേഗം പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ഞാൻ ആസ് എൻ ആക്ടർ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തന്നെ സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇതെന്താ ടെൻഷനായിരുന്നു ചേട്ടാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു? ടെൻഷൻ അല്ല, ഇതിപ്പോ എനിക്ക് എന്താ സംഭവം എന്ന് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് രണ്ടും കൂടി മൾട്ടിപ്പിൾ പരിപാടി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എന്താ പറയാ, എനിക്ക് അത്ര സുഖമായിട്ട് വെറും നടൻ മാത്രമായിട്ട് നിന്ന് അഭിനയിച്ച് എപ്പോ പോകാൻ പറ്റുമോ അപ്പോ ഇനി ഞാൻ അഭിനയിക്കും. അല്ലാതെ മറ്റുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തായിരിക്കും. ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജോണർ ഒക്കെ ഉണ്ടോ? ഇന്ന രീതിയിലുള്ള ഒരു സിനിമ സ്ക്രിപ്റ്റ് വന്നാൽ പ്രൊഡ്യൂസ് ചെയ്യും? ഇല്ല, അങ്ങനെ ഒരു മുൻധാരണകളും ഒന്നുമില്ല. കുറച്ചും കൂടി എന്റർടൈനറുകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. പ്രത്യേകിച്ചൊന്നും വേറെ പ്രൂവ് ചെയ്യണ്ട. ആസ് എ പ്രൊഡ്യൂസർ ജസ്റ്റ് നല്ല സിനിമകൾ ചെയ്യാം, നല്ല ആ ജനം കാണുന്ന തിയേറ്ററിൽ വന്ന് കാണുന്ന സിനിമകൾ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാണ്. വെരി ഗുഡ്. അത്ര ബോറായിരുന്നോ? നല്ല നൈസ് ആയിരുന്നു. ചേട്ടൻ പറയുമ്പോ എനിക്കൊരു ആക്കല് ഫീൽ ചെയ്യുന്നു. നൈസ് ആയിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ സിനിമ റിലീസ് ചെയ്യാണ്. അപ്പം അടിപൊളി ഹിറ്റ് ആവട്ടെ സിനിമ. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ എല്ലാരും പോയി കാണുന്നതായിരിക്കും. ഉറപ്പായിട്ടും കാണുക. ഓക്കെ, ഒരു രസമുള്ള സിനിമയാണ്. ഒരു മൂഡ്, ഒരു വൈബ്, ഒരു റൈഡ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. Thank you. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.